നമസ്കാരം. വിശാലമായ താഴ്വരയിൽ നിറയെ ആപ്പിളുകൾ ഉണ്ടാകുന്ന ഒരു മരത്തിൻ്റെ ചുറ്റുപാടും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവൻ മരത്തിൻ്റെ ചില്ലകളിൽ ചാടിക്കളിക്കും, വിശക്കുമ്പോൾ ആപ്പിളുകൾ പറിച്ച് ഭക്ഷിക്കും, ക്ഷീണിക്കുമ്പോൾ അതിൻ്റെ തണലിൽ കിടന്നുറങ്ങും. മരത്തിനും സന്തോഷമായിരുന്നു ബാലൻ്റെ വരവ്. വളർന്നപ്പോൾ അവൻ അധികമൊന്നും മരത്തിൻ്റെ അടുത്തേക്ക് വരാതായി. മരം കാത്തിരിക്കുമായിരുന്നു. യുവത്വത്തിലെത്തിയപ്പോൾ ഒരു ദിവസം അവൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സന്തോഷത്തോടെ മരം പറഞ്ഞു, എന്താണ് നിൻ്റെ മുഖത്തൊരു ദുഃഖം? വരൂ, ആപ്പിളുകൾ കഴിക്കാം, എൻ്റെ ചില്ലകളിൽ ആടി ഉല്ലസിക്കാം. അപ്പോൾ യുവാവ് പറഞ്ഞു, ഇപ്പോൾ ആടി ഉല്ലസിക്കാനുള്ള പ്രായമല്ലല്ലോ എനിക്കിപ്പോൾ സഞ്ചരിക്കാൻ ഒരു സൈക്കിൾ വേണം, അതിന് പണമില്ലാതെ ഞാൻ വിഷമിക്കുകയാണ്. മരം പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമായി ഒന്നും തരാനില്ല, പക്ഷേ ആപ്പിളുകൾ നിറയെ ഉണ്ട്, നിനക്കത് പറിച്ചുകൊണ്ടുപോയി വിൽക്കാമല്ലോ. കേൾക്കേണ്ട താമസം യുവാവ് ആപ്പിളുകൾ മുഴുവൻ ഒന്നൊഴിയാതെ പറിച്ചുകൊണ്ടുപോയി വിറ്റ് അതിൻ്റെ പണം കൊണ്ട് സൈക്കിൾ വാങ്ങി. പിന്നെ കുറേ നാളത്തേക്ക് യുവാവ് മരത്തിൻ്റെ അടുത്തേക്ക് വന്നതേയില്ല. വീണ്ടും ഒരു ദിവസം വന്നപ്പോഴും അവൻ്റെ മുഖത്ത് സങ്കടം തന്നെ. മരം പറഞ്ഞു, എന്താണ് ഇനിയും നിൻ്റെ പ്രശ്നം? അപ്പോൾ യുവാവ് പറഞ്ഞു, എനിക്കൊരു വീട് വയ്ക്കണം, അതിനുള്ള സാധനങ്ങൾ തികയുന്നില്ല. അപ്പോഴും മരം പറഞ്ഞു, എൻ്റെ ശിഖരങ്ങളൊക്കെ നല്ല ബലവത്താണ്, നിനക്കത് മുറിച്ചു കൊണ്ടുപോയി വീട് പണിയാമല്ലോ. അപ്പോൾ യുവാവ് ശിഖരങ്ങളൊക്കെ ഒന്നൊഴിയാതെ മുറിച്ചു കൊണ്ടുപോയി. വീണ്ടും കുറേ നാളത്തേക്ക് അവനെ കണ്ടതേയില്ല. മരം അപ്പോഴും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴും അവൻ്റെ മുഖത്ത് ഒരു സങ്കടഛായ തന്നെ. മരം പറഞ്ഞു, ഇനി എന്താണ് നിൻ്റെ വിഷമം? യുവാവ് പറഞ്ഞു, ഞാനിങ്ങനെ എന്നും അധ്വാനിച്ചു മടുത്തു, എനിക്ക് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം, അതും കടലിൽ, ഒരു ബോട്ടുണ്ടാക്കണം, അതിനുള്ള അന്വേഷണത്തിലാണ് ഞാൻ. മരം പറഞ്ഞു, എനിക്കിപ്പോൾ ശിഖരങ്ങളൊന്നുമില്ല, പക്ഷേ എൻ്റെ തായ്തടി നല്ല ബലവത്താണ്, നിനക്ക് വേണമെങ്കിൽ അത് മുറിച്ചു കൊണ്ടുപോയി ബോട്ടുണ്ടാക്കാം. യുവാവ് ആപ്പിൾ മരത്തിൻ്റെ തായ്തടി മുറിച്ചു കൊണ്ടുപോയി ബോട്ടുണ്ടാക്കി ലോകസഞ്ചാരം നടത്തുകയാണ്. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും അയാൾ വരുമ്പോൾ മരം ഒട്ടൊരു സങ്കടത്തോടെ പറയുകയാണ്, എനിക്കിപ്പോൾ ആപ്പിളുകളില്ല, ശിഖരങ്ങളില്ല, തായ്തടിയുമില്ല, പക്ഷേ എന്താണ് നിൻ്റെ സങ്കടം എന്നെനിക്കറിഞ്ഞാൽ കൊള്ളാം. അത് പറയുമ്പോൾ മരത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യൻ മധ്യവയസ്സിലേക്ക് എത്തിയ നമ്മുടെ പഴയ ബാലൻ മരത്തോട് പറയുകയാണ്, എനിക്കിപ്പോൾ ആപ്പിളുകൾ വേണ്ട, അത് കഴിക്കാനുള്ള പല്ലുകളുടെ ആരോഗ്യമൊന്നും എനിക്കില്ല, എനിക്ക് ചില്ലകളിൽ ആടി ഉല്ലസിക്കുകയും വേണ്ട, ആ പ്രായവും കഴിഞ്ഞു പോയി, എനിക്കിപ്പോൾ സ്വസ്ഥമായി ഒന്നിരിക്കണം, അധ്വാനിച്ചും അലഞ്ഞും ഞാൻ മടുത്തു, എനിക്കൊന്ന് ചാരിയിരുന്ന് വിശ്രമിക്കണം. അപ്പോൾ മരം പറഞ്ഞു, എനിക്കിപ്പോൾ ആകെ ശേഷിക്കുന്നത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള കുറേ വേരുകൾ മാത്രമാണ്, അല്പമാത്രം പൊക്കമുള്ള ഒരു തായ്തടിയുമാണ്. നിനക്ക് എൻ്റെ മേൽ ചാരിയിരുന്ന് കാലുകൾ വേരുകളിലേക്ക് നീട്ടിവെച്ച് നിനക്ക് വിശ്രമിക്കാം. അയാൾ അപ്പോൾ തന്നെ മരത്തിൻ്റെ മേൽ ചാരിയിരുന്ന് കാലുകൾ ആ വേരുകളിലേക്ക് നീട്ടിവെച്ച് വിശ്രമിക്കുകയാണ്. അപ്പോഴും മരത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ആനന്ദാശ്രുക്കളായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥയിലെ ആപ്പിൾ മരം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മാതാപിതാക്കളാണ്. കുട്ടികളായിരുന്നപ്പോൾ നമുക്കെപ്പോഴും അവരുടെ സാമീപ്യമായിരുന്നു ഇഷ്ടം, അവരോടൊപ്പം കളിക്കാനായിരുന്നു താല്പര്യം. മുതിർന്നപ്പോൾ നാം അവരുടെ അടുത്തു നിന്നും അകന്നുപോയി. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം നാം അവരുടെ അടുത്തേക്ക് വന്നു. അവരാകട്ടെ സന്തോഷത്തോടെ നമ്മുടെ വരവിനായി കാത്തിരുന്നു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ സാധിച്ചു തരികയും ചെയ്തു. ഈ കഥയിലെ ബാലനോട് നമുക്കല്പം ദേഷ്യം തോന്നുന്നില്ലേ? അവൻ എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്? ആപ്പിൾ മരത്തിൽ നിന്ന് ഒന്നൊഴിയാതെ അതിൻ്റെ ഫലങ്ങളും ശിഖരങ്ങളും തായ്തടിയും ഒക്കെ മുറിച്ചെടുത്തല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരും നമ്മൾ തന്നെയാണ് എന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ നാം എന്തെല്ലാമാണ് ചോദിച്ചു വാങ്ങുന്നത്. അവരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടല്ലേ നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. അപ്പോഴും സന്തോഷത്തോടുകൂടി തന്നെ ചെയ്യുന്നു. മക്കളുടെ സന്തോഷം തന്നെയാണ് അവരുടെ മുൻഗണന. പക്ഷേ നമ്മളാവട്ടെ നന്ദിയുടെ ഒരു വാക്കുപോലും പറയാറില്ല. ഇതൊക്കെ മാതാപിതാക്കളുടെ ചുമതലയല്ലേ എന്നതാണ് നമ്മിൽ പലരുടെയും ഭാവം. പക്ഷേ ഇപ്പോഴെങ്കിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവരെ സ്നേഹിക്കാൻ, വൈകിപ്പോകുന്നതിന് മുൻപ് അവർ തരുന്നതിൻ്റെ ഒരംശമെങ്കിലും തിരികെ കൊടുക്കാൻ നമുക്ക് സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആവട്ടെ നമ്മുടെ ജീവിതം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.